ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറഞ്ഞ സെഷനുണ്ട്. ഫീഡിങ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട്, എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും. തലേ ദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും. എൻ്റെ പുറകെ വരുന്ന വാഹനം, മുമ്പേ വരുന്ന വാഹനം, സൈഡിൽ കൂടെ പോകുന്ന വാഹനം, ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, കുടിക്കുന്ന വെള്ളം, എല്ലാ ടൈം, ഓഫീസ്, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, കണ്ടുമുട്ടാനിരിക്കുന്നവർ, ഇനി എൻ്റെ ആംഗിളിൽ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും. ഇങ്ങനെ ഈ ഇതിന് ഈ ഫീഡിങ് പ്രയറിൻ്റെ ഒരു ഗുണം, നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും. ഫീഡിങ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം. ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ, യാത്ര, ഭക്ഷണം, സംസാരം, എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഫീഡിങ് കഴിയുമ്പോൾ, അതാണ് ഫീഡിങ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഞങ്ങൾ ചിലർ ജപമാല ചൊല്ലി സമർപ്പിക്കും, ചിലർക്ക് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടെ അജണ്ട സമർപ്പിക്കും. പാസ്പോർട്ട് ഓഫീസിൽ പോകണം, വിസ ഓഫീസിൽ പോകണം, ഇൻ്റർവ്യൂവിന് പോകണം, പരീക്ഷയ്ക്ക് പോകണം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റർ പ്രയറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത്. ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും. ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും. അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത്, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും, കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്, ഗൈഡഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം.